ഇന്നീ തിരുനാൾ ദിനത്തിൽ അമ്മയില്ലാത്തത് അപകടമാണെന്നുള്ള ആത്മീയതയെ നമുക്കൊന്ന് മനസ്സിൽ കുറിക്കാം. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും അനാഥത്വം നൽകുന്ന, പ്രത്യേകിച്ചും അമ്മയില്ലാത്ത അനുഭവങ്ങൾ. അനാഥമന്ദിരത്തിലൊക്കെ ആയിരുന്ന നാളുകളിൽ മനസ്സിലായൊരു വലിയ സത്യമുണ്ട്. എന്തുമാത്രം നമ്മൾ ആ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ശ്രമിച്ചാലും ആ മാതൃത്വത്തിൻ്റെ നനുനനത്ത ഭാവങ്ങൾ നഷ്ടമാകുമ്പം ജീവിതത്തിൽ നികത്താനാവാത്ത വിടവുകളുണ്ടാവും. അതുകൊണ്ടാണ് ലോറൻസിലെ വിശുദ്ധ റിച്ചാർഡ് പറയും, ഒരു കുഞ്ഞ് വീഴാതിരിക്കാൻ അമ്മ ശ്രദ്ധിക്കും പോലെ, വീണാൽ ഓടിച്ചെന്ന് കരം പിടിക്കും പോലെ പരിശുദ്ധയമ്മ നമുക്ക് ഒപ്പമുണ്ട്. അതായത് വീഴുന്ന ജീവിതങ്ങളെ പിടിച്ചുയർത്താൻ, വീഴാൻ സാധ്യതയുള്ളവരെ താങ്ങി നിർത്താൻ ഒരമ്മയോളം കരുത്തുള്ള, ഒരമ്മയോളം സാധ്യതയുള്ള ഇടങ്ങൾ ജീവിതം വേറെയില്ലെന്നറിയണം. അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഈ അമ്മത്തണൽ പറ്റിയുള്ള ജീവിതത്തിൻ്റെ സാധ്യതകളെ നിഷേധിക്കരുത്. വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഓർമ്മിക്കാറുണ്ട്. അങ്ങനെയൊക്കെ നിഷേധിക്കുന്ന പരിശുദ്ധി അമ്മയുടെ ജന്മകർമ്മ വഴികളെക്കുറിച്ച് നമുക്ക് നിഗൂഢങ്ങളാണ് പലതും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രക്ഷയുടെ ബന്ധാവിലുള്ള പരിശുദ്ധി അമ്മയുടെ സ്വാധീനം, ആ അമ്മയുടെ തണൽപ്പറ്റി ജീവിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത് ഇന്നും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വെളിപാടിലൂടെയും അമ്മയുടെ അത്ഭുതകരമായ പ്രത്യക്ഷീകരണത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന സത്യം നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാവണം വിശുദ്ധ ജോൺ ഡെമീഷ്യൻ്റെ വാക്കുകൾ, ഓ മാതാവേ, ഞാൻ എൻ്റെ പ്രത്യാശ നിന്നിൽ അർപ്പിക്കുകയാണ്, നിന്നിലാണ് എൻ്റെ രക്ഷ. അവിടെ രക്ഷയുള്ളൂ, അവിടെ രക്ഷയുള്ളൂ. അമ്മയുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കൽപ്പന പോലെ കേൾക്കുന്നുവെന്ന് പാദ്രി പിയോ പുണ്യവാൻ പറഞ്ഞു. അമ്മ പ്രാർത്ഥിക്കുമ്പം, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പം അത് ദൈവത്തിന് സ്വർഗത്തിന് ഏറെ സ്വീകാര്യമാണ്. എഫ്രേം പുണ്യവാൻ്റെ വാക്കുകളുണ്ട്, അമ്മ പാപികളുടെ എല്ലാ സഹായം നിഷേധിക്കുന്നവരുടെ സങ്കേതമാണ്. അപ്പോൾ പാപിയാണെങ്കിലും ആ അഭയസങ്കേതത്തിൽ ചേർന്ന് ഒന്ന് വിളിക്കാൻ ഓടി വരുന്ന ആ അമ്മ സ്നേഹത്തിൻ്റെ തണൽപ്പറ്റി ഒന്ന് ജീവിക്കാൻ. ഇന്ന് അമ്മ ജനിക്കുമ്പം ആ ജോവാക്യം അന്ന ദമ്പതികളുടെ ഹൃദയപുൽക്കൂട്ടിൽ അവരിലൂടെ ദൈവം ഈ ഭൂമിയുടെ മാറിലേക്ക്, ഭൂമിയുടെ മടിത്തട്ടിലേക്ക് തന്ന ഈ അമ്മയെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു വേണം ഈ തിരുനാളിൽ വീട്ടിലേക്കെത്താൻ. അമ്മയെ കൂട്ടുപിടിച്ചാൽ, അമ്മയ്ക്കൊപ്പം ജീവിതയാത്രയെ, അമ്മയെ വിളിച്ച് ആ അമ്മത്തണൽ പറ്റി, ആ മാതൃകരം പിടിച്ചൊക്കെ ജീവിക്കാൻ പഠിച്ചാൽ ജീവിതം എത്ര സുന്ദരമായി തീരും. അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ മനോഹരമായിട്ട് ഇങ്ങനെ കുറിച്ച് വെച്ചു, അമ്മേ എന്നു ഞാൻ ഉള്ളിൽ വിളിക്കുമ്പോൾ മറുവിളി മകനേൻ ഓതുമമ്മ, ഹൃദയം തകർന്നു ഞാൻ കരയുന്ന നേരം മിഴിനീരുമായ്ക്കുന്ന മാതാവേ, ഓ മരിയേ, ഓ മരിയേ, പാപികൾക്കാശ്രയമേ. അമ്മ തിരുനാൾ അനുഗ്രഹത്തിന് കാരണമാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.